കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഛത്തീസ്ഗഡിലെത്തി. അമിത് ഷായുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഉന്നതതല യോഗത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളും മാവോയിസ്റ്റ് വിരുദ്ധ നടപടികളും വിലയിരുത്തും. വിവിധ ജനക്ഷേമ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം ശക്തമാക്കിയതോടെ ഛത്തീസ്ഗഡിൽ ഇന്നലെ 51 ഭീകരർ കീഴടങ്ങിയിരുന്നു. ജിഷ്ണു കൃഷ്ണൻ നൽകും വിവരങ്ങൾ. ജിഷ്ണു അല്പസമയത്തിനകം തന്നെ എത്തും. എന്തായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഛത്തീസ്ഗഡിൽ എത്തുമ്പോൾ ഒരുപാട് വികസന പ്രതീക്ഷകളുമായാണ് അവിടെ ജനം കാത്തിരിക്കുന്നത്. ഒപ്പം മാവോയിസ്റ്റ് മുക്ത ഭാരതം എന്ന് പറഞ്ഞ ഭാരതത്തിന്റെ ആ ലക്ഷ്യം ഓരോ ദിവസം കഴിയും തോറും നിറവേറ്റുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിൽ ഛത്തീസ്ഗഡിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ചർച്ചയാകും. ഒപ്പം മാവോയിസ്റ്റ് വിരുദ്ധ നടപടികൾ വിലയിരുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം ജനങ്ങൾക്കായി വിവിധ ജനക്ഷേമ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നിർവഹിക്കും. അപ്പോൾ മാവോയിസ്റ്റുകളുടെയൊക്കെ പേടി സ്വപ്നമാണ് അനിൽ നമ്പ്യാർ ഈ മോദി സർക്കാർ എന്ന് പറയുന്നത്. വന്നതിന് ശേഷം എത്ര മാവോയിസ്റ്റുകളെയാണ് കൊന്നൊടുക്കിയത്, മുട്ടുകുത്തിച്ചത്, കീഴടങ്ങിയത്? തീർച്ചയായും. അതായത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഭാരതത്തെ മാവോയിസ്റ്റ് മുക്തമാക്കും എന്ന്. കാരണം ഭാരതത്തിൻ്റെ ഐക്യത്തിന്, അഖണ്ഡതയ്ക്ക് വലിയ വിഘാതമായിട്ട് നിൽക്കുന്ന ഒരു ശക്തിയാണ് മാവോയിസം എന്ന് പറയുന്നത്, അല്ലേ? കേരളത്തിലുമുണ്ട് മാവോയിസ്റ്റുകൾ. പക്ഷേ കേരളത്തിലുള്ള മാവോയിസ്റ്റുകൾ ദരിദ്രരാണ്. കാരണം അവർക്ക് അന്നത്തെ അരി വാങ്ങാനുള്ള ശേഷി പോലുമില്ല. പക്ഷേ വയനാട് കാടുകളിലൊക്കെ ആയുധങ്ങളുമായിട്ടൊക്കെ മാവോയിസ്റ്റുകൾ ഇറങ്ങി നടന്നു. അതെ, അത് ഞാൻ പറഞ്ഞ അത്യന്താധുനിക ആയുധങ്ങളല്ല. നമ്മുടെ ഇപ്പം ഛത്തീസ്ഗഡിൽ കാണുന്ന പോലുള്ള, അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ കാണുന്ന തരത്തിലുള്ള ആയുധങ്ങളൊന്നും അല്ല ഇവരുടെ ഈ വയനാട്ടിലുള്ള മാവോയിസ്റ്റുകളുടെ പക്കലുള്ളത്. അതുകൊണ്ട് ദരിദ്രരാണ്. ജിഷ്ണുവോട് ചോദിക്കാം. ജിഷ്ണു, ഛത്തീസ്ഗഡിൽ നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ എത്തുകയാണ്. എന്തൊക്കെ ജനക്ഷേമ പദ്ധതികൾ, എന്തൊക്കെ വികസന പദ്ധതികൾ, ഒപ്പം ഈ നേതൃയോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയാകും? കാരണം മാവോയിസ്റ്റ് മുക്ത ഭാരതം അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇതിൽ 3 ദിവസത്തെ സന്ദർശനത്തിനായാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ റായ്പൂരിൽ എത്തിയിട്ടുള്ളത്. ഇന്നലെ അദ്ദേഹം റായ്പൂരിലെത്തി വിവിധ ജനക്ഷേമ വികസന പദ്ധതികൾ അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. അതിലപ്പുറം ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഛത്തീസ്ഗഡിലെ വിഘടനവാദ പ്രവർത്തനങ്ങൾക്കെതിരെ സുരക്ഷാ സേന, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയോജിതമായി നടത്തിയിട്ടുള്ള ഇടപെടലുകളും മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം തന്നെയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ ചേരുന്ന ഉന്നതതല യോഗം ഛത്തീസ്ഗഡിലെ സുരക്ഷാ ക്രമീകരണങ്ങളും ഒപ്പം മാവോയിസ്റ്റ് വിരുദ്ധ നടപടികളും വിലയിരുത്തും. ഛത്തീസ്ഗഡ് നമുക്കറിയാം, നേരത്തെ മാവോയിസ്റ്റുകൾ അടക്കി ഭരിച്ചിരുന്ന മേഖലകൾ, ബസ്തറും സുഗ്മയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, ബീജാപൂർ ഉൾപ്പെടെയുള്ള മേഖലകൾ മുൻപ് മാവോയിസ്റ്റ് ഭീകരർ അടക്കി ഭരിക്കുകയും അവരുടെ നിയമങ്ങൾ നടപ്പാക്കുകയും സർക്കാർ സംവിധാനങ്ങൾക്ക് കടന്നു ചെല്ലാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് സ്ഥിതിഗതികൾ മാറുകയാണ്. ബീജാപൂരിലെ ഉൾഗ്രാമങ്ങളിൽ പോലും റിപ്പബ്ലിക് ദിനത്തിലും സ്വാതന്ത്ര്യ ദിനത്തിലുമെല്ലാം തന്നെ രാജ്യത്തിൻ്റെ ത്രിവർണ്ണ പതാകകൾ പാറിപ്പാർന്നു. വികസന പ്രവർത്തനങ്ങൾ എത്തുന്നു. അത്തരത്തിൽ മാവോയിസ്റ്റ് ഭീകരവാദത്തെ ഒരു പരിധിവരെ അടിച്ചൊതുക്കാൻ ഇന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാധിച്ചു. അതിനിടയിലാണ് ഇന്നിപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഛത്തീസ്ഗഡ് സന്ദർശനവും ഒപ്പം ഉന്നതതല യോഗവും. ഇന്നലെ 51 ഭീകരർ സുഗ്മയിലും ബീജാപൂരിലുമായി 51 ഭീകരരാണ് ഇപ്പോൾ അനിൽ നമ്പ്യാർ ചൂണ്ടിക്കാട്ടിയതുപോലെ AK-47 തോക്കും, റൈഫിളുകളും ഗ്രനേഡ് ലോഞ്ചറുകളും ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി പോലീസിന് മുൻപിൽ കീഴടങ്ങിയിട്ടുള്ളത്. ഏകദേശം 1.5 കോടിയിലധികം തലയ്ക്ക് വില കിട്ടിരുന്ന ഭീകരരാണ്, കമാൻഡർമാർ ഉൾപ്പെടെയുള്ള ഭീകരരാണ് സുരക്ഷാ സേനയ്ക്ക് മുൻപിൽ കീഴടങ്ങിയത്. അതായത് അതിശക്തമായിട്ടുള്ള സൈനിക നടപടി. ഒന്നുകിൽ ഇത്തരത്തിൽ ആയുധം വെച്ച് കീഴടങ്ങി സർക്കാർ നിർദ്ദേശിക്കുന്ന പുനരധിവാസ പദ്ധതികളുടെ ഭാഗമാവുക, അതല്ലെങ്കിൽ അതിശക്തമായ സൈനിക നടപടി ഓപ്പറേഷനിലൂടെ നേരിടേണ്ടി വരും എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതോടെ ഗത്യന്തരമില്ലാതെയാണ് ഇത്തരത്തിൽ ഭീകരർ കീഴടങ്ങുന്നത്. ഒപ്പം ഇന്ന് ഛത്തീസ്ഗഡിലെത്തുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ നേരത്തെ ഒരു പ്രഖ്യാപനം നടത്തിയത് 2026 രാജ്യത്ത് നിന്ന് മാവോയിസ്റ്റ് ഭീകരവാദം, ചുവപ്പൻ ഭീകരത പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിരുന്നു. അതിനനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. നേരത്തെ 48-ലധികം ജില്ലകളിൽ മാവോയിസ്റ്റ് ഭീകരവാദം അത്രയധികം നിറഞ്ഞു നിന്നിരുന്നെങ്കിൽ ഇന്നത് 8-ൽ താഴെ ജില്ലകളിലേക്ക് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അവിടെയും നാമമാത്രമായ സ്ഥിതിയിലേക്ക് മാവോയിസ്റ്റ് ഭീകരവാദം എത്തുന്നു. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഏറെ നിർണായകമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഛത്തീസ്ഗഡ് സന്ദർശനം. നിരവധി ജനക്ഷേമ വികസന പദ്ധതികൾ അദ്ദേഹം തുടക്കം കുറിക്കും. അതിനുമപ്പുറത്തേക്ക് ഛത്തീസ്ഗഡിലെ സുരക്ഷാ ക്രമീകരണങ്ങളും മാവോയിസ്റ്റ് വിരുദ്ധ നടപടികളും അദ്ദേഹം വിലയിരുത്തും. അശ്വതി. എന്തായാലും മാവോയിസത്തിന്റെ അടിവേരറുക്കാൻ ഭാരതത്തിന് സാധിക്കട്ടെ. അമിത്ഷായുടെ
നേതൃപാടവം കൊണ്ട് അത് സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു തീർച്ചയാണ്. സംശയവുമില്ല. അതായത് ഭാരതത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണി ഉയർത്തുന്ന എല്ലാ ചിത്രശക്തികളെയും അതെ ഉന്മൂലനം ചെയ്യണം.